ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ സി.വി ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ഡേയുടെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ രാവിലെ റെഡിയായി ഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ ബസ്സിൽ കയറിയിട്ട് നേരെ ഫുഡ് കഴിക്കാനുള്ള ഹോട്ടലിലേക്ക് പോയി. നല്ല ഫുഡായിരുന്നു, കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ കിട്ടിയായിരുന്നു. ചൂട് ചായ ഫുഡൊക്കെ കഴിച്ച് നേരെ തിരിച്ച് ബസ്സിൽ കയറി ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള പരിപാടിയായിരുന്നേ. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങളിങ്ങനെ ചെന്നു. ഞങ്ങൾ ഈ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് ചോദിക്കാറ് എടക്കൽ കേവ്സാണേ. എടക്കൽ കേവ്സിലോട്ട് പോകാനായിരുന്നു. വലിയ മലയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കയറി ഞാൻ കയറി നോക്കുവാണേ. ആദ്യം വലിയൊരു കയറ്റം കയറി ഉപ്പാട് എത്തി. അങ്ങനെ ഞങ്ങളൊരു സ്റ്റെപ്പ് അങ്ങനെ എത്തി, ഒരു പരന്ന സാധ്യത ഇപ്പം വീണ്ടും കിടക്കുന്ന സ്റ്റെപ്പ്. അങ്ങനെ സ്റ്റെപ്പെല്ലാം കയറി കേവിൻ്റെ അകത്ത് ഇരിക്കുന്നു ഗായ്സ്. അങ്ങനെ ഞാനൊരു പരുവായിട്ടുണ്ട്. എല്ലാവരും തളർന്നൊരു പരുവായി സ്റ്റെപ്പിൽ കയറിയപ്പോഴത്തേക്ക്. പിന്നെ 2-3 അങ്ങനെ കിണിച്ചുകൊണ്ടുള്ള 3-4 ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ തലങ്ങും വിലങ്ങും നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. അത് ഫോട്ടോസ് എടുത്ത് എല്ലാവരും ക്ഷീണം മാറ്റാൻ വേണ്ടി ആ കാറയുടെ പുറത്തൊക്കെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ തിരിച്ചിറങ്ങാനായിട്ട് ഞങ്ങൾ അവിടെ സ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റേഴ്സ് വഴി ഇറങ്ങുവാണ്. അങ്ങനെ ഞങ്ങൾ പതിയെ ഇറങ്ങി സ്റ്റെപ്പ് കണ്ട് മടുത്ത് ഇനി സ്റ്റെപ്പ് കാണാൻ വയ്യ എന്നുള്ള അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ. സ്റ്റെപ്പ് ഇറങ്ങി എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് ചാടാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾ പുറത്ത് ചാടി അങ്ങനെ എത്തിയപ്പോൾ ഒരു നാരങ്ങ വെള്ളം കടം കണ്ടു. ഇങ്ങനെ വെള്ളം കുടിച്ചു. വെള്ളം അത്ര പോരെന്ന് തോന്നുന്നു. ഇങ്ങനെ മേടിച്ചത് അബദ്ധമായെന്നുള്ള ഒരവസ്ഥയിലായിപ്പോയി. അങ്ങനെ ഞങ്ങളൊരു കുപ്പി വെള്ളത്തിൽ തൃപ്തപ്പെടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വളയുടെയൊക്കെ കട കണ്ടു. ആൻറ്റി മോളേന്ന് വിളിച്ചപ്പോൾ അയന അതിൽ വീണു. അങ്ങനെ ഞങ്ങൾ മുകളിൽ കയറി സാധനങ്ങളെല്ലാം എടുത്ത് നോക്കുന്നുണ്ടെങ്കിലും വാങ്ങുന്നില്ല കേട്ടോ. എല്ലാത്തിൻ്റെയും വിലയും ഇതൊക്കെ ചുമ്മാ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നോക്കി അവിടെ നിന്നെല്ലാം കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിനിടയ്ക്കാണ് ഞാനിത് കണ്ടത്. ഒരു കുട്ടി, സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന കുട്ടി കുമ്പള വിട്ട് കളിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് ബസ്സിലെത്തി ഗൈസ്. അങ്ങനെ അവിടെ കേവും മല കയറിയതിൻ്റെ ക്ഷീണം കാരണം എനിക്ക് എത്തി. അങ്ങനെ നേരെ തിരിച്ച് ഊട്ടിയിലേക്ക് അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഊട്ടിയിലെത്തി ഗൈസ്. തണുപ്പാണ്, നല്ല തണുപ്പുണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി എത്തി. ആ ചായക്കടയുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന തീയുടെ ഇടയ്ക്ക് സാറും പിള്ളേരും എല്ലാം കയറി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നല്ല കട്ടൻ ചായ, പാൽ ചായ, എല്ലാവരും പല ചായ കുടിച്ച്. ഇവിടെ ഒരാൾ ചായക്കട ചിപ്സ് കച്ചവടം നടത്താനുള്ള പരിപാടിയും തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ചായ കടി വേണോ ഇങ്ങനെ പറയാൻ വേണ്ടി. അങ്ങനെ അനന്ദിച്ചേട്ടൻ എൻ്റെ അങ്ങനെ ചായ വേണമെന്ന് പറഞ്ഞ് തുടങ്ങി. അത് കഴിഞ്ഞ് നേരെ ഡാൻസും പാട്ടും അടിച്ചു പൊളിക്കുമായിരുന്നു ഗൈസ്. അങ്ങനെ പാട്ട് ഡാൻസ് പോയിട്ട് ഞങ്ങൾ ഫുള്ളാടി ഡാൻസ് അടിച്ചു പൊളിച്ചു. ഇങ്ങനെ നേരെ കുഴഞ്ഞൊരു പരുവായി. ക്യാമ്പ് ഫയറിനിടയ്ക്കാണ് ഇങ്ങനെ ക്യാമ്പ് ഫയർ അവിടെ തീ കത്തുന്നുണ്ട് നല്ലപോലെ. അങ്ങനെ ഞങ്ങളുടെ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോയി റൂമിൽ കയറിയിട്ടും ഞങ്ങൾ തിന്നുന്ന പരിപാടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കാര്യങ്ങളൊന്നും ഒന്നും പറയാമെന്ന് വിചാരിക്കില്ല. ഞങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് റൂമിൽ കയറി ഇങ്ങനെ വൈബടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വൈബടിച്ച് കുറേ നേരം ഇങ്ങനെ സമയം കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.